ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും എല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി, മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ ലോകത്തെ ചരാചരങ്ങളെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് വളരെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ അവൻ വെച്ചിട്ടുണ്ട്. അള്ളാഹു വെച്ചിട്ടുള്ള നിയമങ്ങൾ അത് അത്രയും തീർത്തും അത് പാലിക്കപ്പെടാനുള്ളതാണ്, അത് ലംഘിക്കുവാനുള്ളതല്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ വളരെ കൃത്യമായി അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഒരിക്കലും അവൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടരും ഉന്നതരുമായ മനുഷ്യർ ഈ മനുഷ്യരെ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്ന ഒരു സംഗതി അള്ളാഹുവിൻ്റെ നിയമത്തിലൂടെ ഇല്ല. നമ്മൾ അറിയേണ്ട ഒരു സംഗതി അതാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഈ നിയമങ്ങൾ ഹനിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതം, മനുഷ്യരുടെ ജീവിതം അത് ഏറ്റവും സുരക്ഷിതവും നീതിപൂർവകവും അതേപോലെ തന്നെ അനുഗ്രഹീതവുമായി തീരുക എന്നതാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ഇവിടെ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്ന കാര്യം, നാലാം അധ്യായം 135 വചനത്തിൽ നമുക്കിങ്ങനെ കാണാം: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയോടുകൂടി നിലകൊള്ളണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിനെ സാക്ഷികളായിക്കൊണ്ട് നീതിപൂർവകമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നീതിക്കനുസൃതമായി നിങ്ങൾ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് അള്ളാഹുവാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുള്ള നിയമം അത് പാലിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുമ്പോൾ ഒരു പക്ഷേ അത് സ്വന്തത്തിനെതിരായി വന്നേക്കാം. വലൗ അലാ അൻഫുസിഹിം, അത് സ്വന്തത്തിനൊരു പക്ഷേ എതിരാണെന്ന് വന്നേക്കാം. അതല്ല അബിൽ വാലിദൈനി വൽ അഖ്റബീന, മാതാപിതാക്കൾക്കെതിരെ നമ്മളൊരു നിലപാടെടുക്കുമ്പോ ഖുർആനിനും ഹദീസിനും അനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു വിധി അല്ലെങ്കിൽ ഒരു അഭിപ്രായം അത് പറയുമ്പോൾ, അത് നടപ്പിൽ വരുത്തുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ എതിരായെന്ന് വന്നേക്കാം. നമ്മുടെ ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക് ഒരു പക്ഷേ എതിരായി എന്ന് വന്നേക്കാം. വൽ അഖ്റബീന ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറ,
അവിടെ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാത്ത വിധമാകണം നമ്മൾ ഒരു കാര്യം പറയേണ്ടത്. പണക്കാരനാണ് എന്നതുകൊണ്ട് അവന് പ്രത്യേകമായ ഒരു നിയമം പറയലോ, പാവപ്പെട്ടവനെ വേറെ എന്തെങ്കിലും പറഞ്ഞ് അവനെ ദ്രോഹിക്കാനുള്ള ഒരു നിയമം നടപ്പിൽ വരുത്തലോ അല്ല. ഇസ്ലാം വളരെ കൃത്യമായി നിങ്ങൾ നീതിപൂർവകമായ നിലപാട് സ്വീകരിക്കണമെന്നാ പറഞ്ഞത്. അത് യകുൻ ഗനിയ്യൻ ഔ ഫഖീറ, അത് ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, ഫല്ലാഹു ഔലാ ബിഹിമാ, അല്ലാഹു ഇവരെക്കാളൊക്കെ ഉന്നതമായി നിൽക്കുകയാണ്, ഉന്നതനായി നിലകൊള്ളുകയാണ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഫലാ തത്തബിഉൽ ഹവാ, ഒരു വിധി പറയുന്നിടത്തോ നിയമം നടപ്പാക്കുന്നിടത്തോ അത് നിലപാട് പറയുന്നിടത്തോ ഒരിക്കലും ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് ഇച്ഛകൾക്കനുസൃതമായി ഒരു നിലപാട് പറയരുത്. അൻ തഅദിലു, നീതി പാലിക്കാൻ അത് ഒരിക്കലും നിങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. ഇനി അതല്ല, നിങ്ങൾ നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ താന്തോന്നിത്തരം കൊണ്ടോ വൈൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ വളഞ്ഞ രീതിയിലൂടെ ഇടപെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു നിയമം പറയാനാണ് അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ, നിശ്ചയമായും അല്ലാഹു തആല നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നിയമം വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏതൊന്നിനും അള്ളാഹു നിയമം വെച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് വളരെ കൃത്യമായ നിയമം അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മതപരമായ നിയമമാണ്, അത് നിർബന്ധമായും അംഗീകരിച്ചേ മതിയാകൂ. എന്നാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളും പാലിക്കപ്പെടാൻ അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ നിർബന്ധിതരാണ് എന്ന് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, ഇന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രമാണെങ്കിൽ അങ്ങേയറ്റം പുരോഗമിച്ചു. നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യാരംഗത്ത് അത് വളർന്നു പന്തലിച്ച് അതിന്റെ ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ടത്, ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ, അത് വിശ്വാസികളാണെങ്കിലും ശരി അവിശ്വാസികളാകട്ടെ ആരുമാകട്ടെ, ദൈവിക നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ഇവിടുത്തെ വിഷയം. അള്ളാഹുവിന്റെ നിയമം അംഗീകരിക്കേണ്ടവർ, പടച്ച റബ്ബ് വെച്ചിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടവർ, അത് നമ്മൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ? പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നു. അള്ളാഹുവിന്റെ അടിമ എന്ന നിലയിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷക്കും അവന്റെ പരീക്ഷണങ്ങൾക്കും നമ്മൾ പാത്രീഭൂതരാകും എന്നതാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുത. ഏത് കാര്യത്തിലും ഇവിടെ നിയമം വെച്ചിട്ടുണ്ട് അള്ളാഹു നിയമം വെക്കാത്ത ഒരു സംഗതിയുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഒരു സംഗതിയും ഇല്ല. പക്ഷേ നമ്മൾ അത് പാലിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? കൃത്യമായ നിലപാടുകൾ ഇസ്ലാം നമ്മുടെ മുൻപിൽ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. മാതാപിതാക്കൾ മക്കളോട് എങ്ങനെ പെരുമാറണം, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മക്കൾ മാതാപിതാക്കളെ എങ്ങനെയാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ട്. മാത്രമല്ല, എങ്ങനെ വളർത്തണം,
നമ്മുടെ മക്കളുടെ തർബിയത്ത് അതെങ്ങനെയായിരിക്കണം? ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ കൃത്യമായ നിയമാവലി പരിശുദ്ധ ഇസ്ലാം അവന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടും ഇത് പാലിക്കപ്പെടാത്തത് കൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ന്യൂജൻ ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ നിയമാവലികളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു എങ്കിൽ അതിന് കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട് ഇസ്ലാമികമായ കൃത്യമായ ബാലപാഠം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നു? ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കാസർഗോഡ് ജില്ലയിലെ വെറും 18 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി തന്റെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ബാപ്പയോട് പണം ചോദിച്ചപ്പോ ആ ബാപ്പയോട് 1500 രൂപ റീചാർജ് ചെയ്യാൻ വേണ്ടി ചോദിച്ച ആ പെൺകുട്ടി, ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഉപ്പ എന്ന നിലയ്ക്ക്, ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ആ ഉപ്പ പറഞ്ഞു, മോളെ എന്റെ കയ്യിൽ 1300 രൂപയെ ഇപ്പൊ ഉള്ളൂ, 200 രൂപ കുറവുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, ആ 200 രൂപ നാളെ തരാം മോളെ എന്ന് നെഞ്ചി തട്ടി താൻ തന്റെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന തന്റെ പൊന്നുമോളോട് ഈ ബാപ്പ പറഞ്ഞു. പക്ഷേ തന്റെ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ബാപ്പ പറഞ്ഞ ഈ വാക്കുകളൊന്ന് കയറിപ്പോയില്ല. എന്തുകൊണ്ടേ ഇത് സംഭവിച്ചത്? ആ കുട്ടി 1 മണിക്കൂറിനകം വീടിന്റെ കതകടച്ച് വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത് നമ്മൾ ഈ പത്രദ്വാര മനസ്സിലാക്കിയതാ. എന്തേ സംഭവിച്ചത്? കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന ഒരു തർബിയത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് കൃത്യസമയത്ത് കൊടുക്കേണ്ട തർബിയത്ത്, ആ തർബിയത്ത് കൃത്യമായി നൽകാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നറിയുമ്പോ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉത്തരവാദിത്തല്ലേ? ഇല്ലേ? നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഇല്ലേ? ഇത് ഏതൊരു രക്ഷിതാവിനും വരാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും അതെങ്ങനെയായിരിക്കണമെന്ന് ഈ ലോകത്തെ പടച്ച റബ്ബ് വളരെ കൃത്യമായി അത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതറിയുകയും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പരസ്പരം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരന്തരീക്ഷം സംജാതമാകണം എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം എന്താ? ഇന്നത്തെ ഒരു സാഹചര്യം, അധ്യാപകരായി അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കറിയാം, താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പേടിയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന, അങ്ങേയറ്റം ഒരു ജോലി ചെയ്യുന്നു എന്നതിനപ്പുറം ആ കുട്ടിയുമായി മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ആ സുദൃഢമായ ബന്ധം എങ്ങനെ ഉണ്ടാകുമെന്നും ഇതൊക്കെ കൃത്യമായി സമയോചിതമായി പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാം ഈ രംഗത്തും വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നിലപാട് പഠിക്കാൻ ഞാനോ നിങ്ങളോ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ലേ എന്നതും നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിതിഗതികൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം കഥകൾ, അനുഭവങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും സ്വരച്ചേർച്ചയില്ലാതെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്റെ മക്കളെപ്പോലും മറന്നുകൊണ്ട് ഒരേ വീട്ടിൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ നീങ്ങിപ്പോകുമ്പോ എന്തേ ഇത് സംഭവിക്കുന്നു എന്നതിന്റെ ആ വേര് തേടി നമ്മൾ പോകുമ്പോ അവിടെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമികമായ മൂല്യം അതെങ്ങനെയായിരിക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു എന്നതിനെ കുറിച്ചുള്ള മതബോധം
വളർത്തിയെടുക്കുന്നിടത്ത് നമ്മൾക്ക് വരുന്ന അപജയമാണ്, പരാജയമാണ് എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെയും നമ്മുടെ മതപരമായ പരിപ്രേക്ഷ്യത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായി നമ്മളുടെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ ഗുണത്തിനു വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളില്ലേ? ഈ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടേ? നമ്മൾ ഡ്രൈവർമാരാകുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ നിയമം എന്തിനു വേണ്ടിയാ നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. എങ്കിൽ ആ സുരക്ഷിതത്വത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥകൾ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ നിലപാടുകൾ, അതൊക്കെയും നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തിനാണ് നിയമം? എന്താണ് ഈ നിയമം? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ക്രമപ്പെടുത്തുന്നതിനു വേണ്ടിയും അതേപോലെ തന്നെ സമൂഹത്തിൽ പരിപൂർണമായ അർത്ഥത്തിൽ നീതി നടപ്പാക്കുന്നതിനു വേണ്ടിയും. തീർന്നില്ല. അവകാശങ്ങൾ ആര് തന്നെയാണെങ്കിലും ശരി, ജാതിയോ മതമോ നോക്കാതെ അവകാശങ്ങൾ പരിപൂർണമായും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനാണ് നിയമം എന്ന് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന്, ആ മദീന രാജ്യത്ത് ചെന്നുകൊണ്ട് വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രവർത്തിച്ചിരുന്നത്. ചരിത്രം വായിക്കുമ്പോ ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും മനസ്സിലാകും. അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാർ, അതേപോലെ തന്നെ മുസ്ലിംകൾ, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ, ഇവർക്കൊക്കെയും എല്ലാവർക്കും നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ പ്രവർത്തനത്തിനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നേതൃത്വം കൊടുത്തത് എന്ന് നമ്മൾക്കറിയാം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, എങ്ങനെയാകണം? പരിശുദ്ധ ഖുർആനിലെ അധ്യായം 24 സൂറത്ത് നൂറിലെ 51-ാം സൂക്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അല്ലാഹുവിന്റെ അടിമകളെ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർക്കിടയിൽ ഒരു വിധി പറയുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടി അവരെ ക്ഷണിക്കപ്പെട്ടാൽ, അവരെ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരെ ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഇതാ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതാ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം പറഞ്ഞാൽ അത് ഖുർആനിൽ നിന്നാവട്ടെ, അത് ഹദീസിൽ നിന്നാകട്ടെ, അല്ല ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നടപ്പാക്കുന്ന നിയമങ്ങളാകട്ടെ, ഇതിനൊക്കെ ന്യായം പറയും നമ്മൾ, അല്ലേ? അവനവന്റെ നാക്കിന്റെ വലിപ്പത്തിനനുസരിച്ച് ന്യായങ്ങൾ പറയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് യഥാർത്ഥ വിശ്വാസമുണ്ടോ, സത്യവിശ്വാസികളാണോ എങ്കിൽ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഉടനെ തന്നെ പറയും സമിഅനാ വഅതഅനാ, ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ ഇതാ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയോ? ഇങ്ങനെ പറയുന്ന, ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ആത്യന്തികമായ വിജയം വരിച്ചവർ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഖുർആൻ വളരെ കൃത്യമായി നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിയമങ്ങൾ പാലിക്കാതെ പോകുമ്പോ നമ്മൾ അപകടത്തിൽ പെടും, അതിലൊരു സംശയവുമില്ല. ഇസ്ലാമിക ചരിത്രം ഒരൊറ്റ സംഭവത്തിലൂടെ നമ്മൾക്കത് ബോധ്യപ്പെടും. ഉഹുദ് യുദ്ധം
ഇസ്ലാമിലെ വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിലാ ഉഹുദ് യുദ്ധം നടക്കുന്നത്. ഉഹുദ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് വിജയമുണ്ടായി, മുസ്ലിം സമൂഹത്തിന് വിജയമുണ്ടായി. ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ഒരു നിയമം അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആ മല, പ്രവാചകൻ 50ഓളം അമ്പെയ്ത്തുകാരെ ആ മലമുകളിൽ നിർത്തിയിരുന്നു. അവരോട് പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും ശരി, ആ മലമുകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരരുത്. പ്രത്യേകിച്ച് ഉത്തരവ് കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരരുത് എന്ന ഒരു നിയമം മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ നടപ്പാക്കിയിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ ആരംഭം തന്നെ സത്യവിശ്വാസികൾക്ക് വിജയമുണ്ടായി. ആ വിജയം കണ്ട് ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി മലയുടെ മുകളിൽ നിർത്തിയ 50ഓളം അമ്പെയ്ത്തുകാർ ഭൗതികമായ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കോരിയെടുക്കുന്നതിനിടയിൽ ശത്രുക്കൾ ആ മലയുടെ പുറകുവശത്തിലൂടെ തിരിഞ്ഞു വരികയും നേരിടുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രസിദ്ധരായ 70ഓളം സഹാബികൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾക്ക് പരാജയമുണ്ടാകുന്നു. എന്തേ കാരണം? നിയമം പാലിച്ചില്ല. നമ്മൾ നിയമം പാലിച്ചില്ല. അതുകൊണ്ട് നിയമം പാലിക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതെത്രമാത്രം ഭയാനകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാറ്റിനും അല്ലാഹു കൃത്യമായ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ ഭൂമി അതെങ്ങനെയായിരിക്കണം, ഇവിടെയുള്ള മലകൾ അതെന്തായിരിക്കണം, പർവ്വതങ്ങൾ അതെന്തിനു വേണ്ടിയുള്ളതാ, ഇതൊക്കെ വളരെ കൃത്യമായി നിയമം അല്ലാഹു വെച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ഏറ്റുമുട്ടൽ നടത്തിയാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകും. ഒരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി സൂറത്ത് നബയിൽ, അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ നിങ്ങൾക്കിതാ ഒരു തൊട്ടിലാക്കി, ഒരു വിരിപ്പാക്കി നാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നത്, വൽ ജിബാല ഔതാദാ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ കൃത്യമായി നിലനിൽക്കുന്നതിന് പർവ്വതങ്ങൾ, മലകൾ അത് നിലനിൽക്കേണ്ടതുണ്ട്. മലകൾ ആണികളായി നിലനിന്നെങ്കിൽ മാത്രമേ ഭൂമി സംരക്ഷിക്കപ്പെടൂ എന്ന് അല്ലാഹു തആല പറഞ്ഞ നിയമമാണ്. പക്ഷേ വികസനത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും എന്തിന്റെ പേരിലായാലും ശരി, ബുദ്ധിമോശം സംഭവിക്കുമ്പോ പലപ്പോഴും പല ജാതി അപകടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ്, നമ്മൾ ഖുർആനിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ഇവിടെ പലപ്പോഴും നമ്മളുടെ മനുഷ്യകരങ്ങൾ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിക്കുന്നത് കാരണമായി ഇവിടെ കടലിലും കരയിലുമൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് അല്ലാഹുവിന്റെ ഖുർആനിലെ വാക്യങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോ നമ്മൾ ഭൂമിയോട് ഏറ്റുമുട്ടരുത്, നമ്മൾ പ്രകൃതിയോട് നമ്മൾ ഏറ്റുമുട്ടരുത്. അല്ലാഹുവിന് ഇതിനെല്ലാം കൃത്യമായ നിയമം വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബുദ്ധി 1ഉം 2ഉം 3ഉം 10 തവണയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകൾ അത്രയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, സൂചിപ്പിച്ചു വരുന്നത്. നിയമങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മെ ഇടങ്ങേറാക്കാനല്ല. അല്ലാഹു നിയമാവലി വെച്ചിട്ടുള്ളത് നമ്മെ ബുദ്ധിമുട്ടാക്കാനല്ല. ഇന്നദ്ദീന യുസ്റുൻ, മതം അത് വളരെ എളുപ്പമാണ്, അത് വളരെ ലളിതമാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല.
യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള മനുഷ്യരെ അല്ലാഹു ഇടങ്ങേറാക്കുന്നില്ല. വല്ലാഹു യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, എളുപ്പം മാത്രമാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ര, ഒരിക്കലും പ്രശ്നങ്ങൾ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. വേറെ ഒരായത്തിൽ കാണാം, സൂറത്തു നിസായിലെ 28-ാം സൂക്തം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു ഏറ്റവും ലളിതമായ ഒരവസ്ഥ ഉണ്ടാകണം, ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് ഉണ്ടാവരുത് എന്നാണ് അല്ലാഹു കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാൻ പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ നൂറിലെ 24-ാം അധ്യായത്തിലെ 52-ാമത്തെ ഒരു സൂക്തം, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെയും അനുസരിക്കണം, നിരുപാധികം അനുസരിക്കണം പ്രവാചകനെ. അവിടെ നമ്മൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വെറുതെ ഒരു വർത്തമാനം പറയില്ല. അള്ളാഹുവിൻ്റെ വഹി പ്രകാരം മാത്രമേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഉപാധിയില്ല, നിരുപാധികം അനുസരിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. സാധിക്കുന്നിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം. എന്തിനു വേണ്ടിയായി? ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പം അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കണം. ആ നിയമങ്ങളുടെ വിശദീകരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ആലോചിക്കാനുണ്ടാകും. അത് ഏത് നിയമമാണെങ്കിലും ശരി, ഏത് നിയമമാണെങ്കിലും, ഇപ്പം ഭൗതികമായി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തുള്ള നിയമമാണെങ്കിലും നമ്മൾക്കത് ഗുണകരമാണോ ആ നിയമം പാലിക്കണം. അത് ഇസ്ലാമിൻ്റെ അത് ഇബാദത്താണ്. ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. ചില ആൾക്കാരോട് ചോദിച്ചാൽ പറയും, എന്താ ഹെൽമെറ്റ് ധരിക്കാത്തത്? തലവേദനയായിട്ടാണ് പറയുക. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പറയും തലവേദന ഹെൽമെറ്റ് ധരിച്ചാൽ. യഥാർത്ഥത്തിൽ ഹെൽമെറ്റ് ധരിക്കാൻ പറഞ്ഞത് തല നിലനിൽക്കാനാണ്. തല യഥാർത്ഥത്തിൽ ഉടലിന്മേൽ തല നിൽക്കാനാണ് ഹെൽമെറ്റ് ധരിക്കണം എന്ന് ഒരു നിയമം വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിന് ഉൾട്ട പറയും. അപ്പം നമ്മെ ബുദ്ധിമുട്ടാക്കുന്ന എന്തെങ്കിലും ഒരു നിയമം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് 2, 3 ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ആണെങ്കിലും ഇവിടങ്ങളിലൊക്കെ നിയമങ്ങൾ വെക്കുന്നതൊക്കെ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെങ്കിൽ അത് അംഗീകരിക്കലും ഉൾക്കൊള്ളലും അത് ഒരു ഇബാദത്താണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായ ഒരു സംഗതി, ഇപ്പോൾ ബാപ്പ പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട. ഇവിടെ നമുക്ക് കൃത്യമായ നിലപാടുണ്ട്. അള്ളാഹ് പറഞ്ഞൊരു വിഷയം അതിനെതിരെ ഉമ്മല്ല ബാപ്പല്ല ആര് പറഞ്ഞാലും അത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് നിയമവും
ഇഷ്ടപ്പെടാത്ത, പൊറുക്കപ്പെടാത്ത ഒരു കാര്യം ചെയ്യണം എന്നാര് പറഞ്ഞാലും അത് കേൾക്കണ്ടേയില്ല. മാതാപിതാക്കൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ അവരെ സ്വീകരിക്കണ്ടാണ്. വിചാരിച്ച അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. നല്ല നിലയിൽ വാപ്പേ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അത് വിശ്വാസവുമായി എനിക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ സ്വീകരിക്കൂലെന്ന് നല്ല നിലക്ക് പറയണം. അങ്ങനെ ചെയ്യേണ്ടത്. വാപ്പയാണെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ട ആരാണെങ്കിലും നമ്മൾ ആ നിലക്കുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഏതൊരു നിയമവും, ഇസ്ലാമിലെ ഏതൊരു നിയമവും വളരെ ലളിതമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതാണ്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ളതല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണം വരെയും സേവനം ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്, വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളായി കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും രോഗം അതിന് ശിഫ നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.